ചരിത്രപരമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒരു ഉദ്യോഗസ്ഥയുടെ ലിംഗമാറ്റം ഔദ്യോഗികമായി അംഗീകരിച്ച് അവർക്ക് പുതിയ ഐഡന്റിറ്റിയിൽ ജോലിയിൽ തുടരാൻ എല്ലാ അവകാശവും ഉണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതും സിവിൽ സർവീസ് കേഡറിലുള്ള ഒരു ഓഫീസർക്ക്. ഇന്ത്യൻ റവന്യൂ സർവീസിലുള്ള എം അനസൂയയുടെ അവകാശമാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്. ഇന്ത്യൻ റവന്യൂ സർവീസ് ഹൈദരാബാദിലെ ചീഫ് കമ്മീഷണർ ഓഫീസിലാണ് അനസൂയ ജോലി ചെയ്തിരുന്നത്. അനസൂയ ഇനി എം അനുകതിർ സൂര്യ എന്നായിരിക്കും അറിയപ്പെടുക. കേന്ദ്ര ധനമന്ത്രാലയമാണ് നിർണായകവും ചരിത്രപരവുമായ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്ത്രീയായി ജനിച്ച അനസൂയ പിന്നീട് ശസ്ത്രക്രിയയിലൂടെ ലിംഗമാറ്റം നടത്തുകയായിരുന്നു. രേഖകളിലെല്ലാം സ്ത്രീ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത് മാറ്റി പുരുഷൻ എന്നാക്കണമെന്നായിരുന്നു ആവശ്യം. ഇപ്പോൾ ഹൈദരാബാദിലെ CESTATൽ ജോയിന്റ് കമ്മീഷണറായി നിയമിതയായ എം അനസൂയ IRS എന്നിവരുടെ പേര് എം അനുകതിർ സൂര്യയായും ലിംഗം സ്ത്രീയിൽ നിന്നും പുരുഷനായും മാറ്റുന്നതിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥയുടെ ആവശ്യം പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇനി മുതൽ എല്ലാ ഔദ്യോഗിക രേഖകളിലും ഉദ്യോഗസ്ഥന്റെ പേര് മിസ്റ്റർ എം അനുകതിർ സൂര്യ എന്നായി അംഗീകരിക്കപ്പെടും എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയത്. മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ പുരോഗമനം എന്നാണ് അനുകതിർ വിശേഷിപ്പിച്ചത്. തീരുമാനം ഇന്ത്യയിലെ ലിംഗ വൈവിധ്യത്തോടുള്ള മനോഭാവത്തിലെ മാറ്റത്തെ പ്രതിഫലിപ്പിക്കും. ലിംഗഭേദം ഉൾക്കൊള്ളുന്നതിനും സർക്കാർ നിയമനങ്ങളിൽ അംഗീകാരം ലഭിക്കുന്നതിനും ഇത് ചരിത്രപരമായ ഒരു മാതൃക സൃഷ്ടിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. 2013 ചെന്നൈയിൽ അസിസ്റ്റന്റ് കമ്മീഷണറായി നിയമിതയായ IRS ഉദ്യോഗസ്ഥന് 2018 ഡെപ്യൂട്ടി കമ്മീഷണറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. ചെന്നൈയിലെ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് ഇദ്ദേഹം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയത്. തുടർന്ന് നാഷണൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈബർ ലോയിലും സൈബർ ഫോറൻസിക്കിലും PG ഡിപ്ലോമ നേടി. 2022 തന്റെ പേരും ലിംഗവും നിയമപരമായി മാറ്റിയെന്ന് സമൂഹമാധ്യമമായ ഫേസ്ബുക്കിലൂടെ ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി പേരും ലിംഗവും മാറ്റിയുള്ള ഉത്തരവ് ഇപ്പോൾ വന്നതോടെ അനുകതിർ സർക്കാർ രേഖകളിലും പുരുഷനായി. ഇന്ത്യൻ സിവിൽ സർവീസിനുള്ളിലെ ജെൻഡർ ഐഡന്റിറ്റിയുടെ അംഗീകാരത്തിലും സ്വീകാര്യതയിലുമുള്ള പുരോഗതി എടുത്തു കാണിക്കുന്നതാണ് ഉത്തരവെന്നും ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സർക്കാർ സ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമുള്ള മാതൃകയാണ് ധനമന്ത്രാലയത്തിന്റെ ഈ അംഗീകാരമെന്നും ധനമന്ത്രാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു മുതിർന്ന IRS ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വഴിത്തിരിവായ ഉത്തരവാണിതെന്നും പേരുമാറ്റത്തിന് വിധേയമായ ഉദ്യോഗസ്ഥയെക്കുറിച്ചും ഞങ്ങളുടെ മന്ത്രാലയത്തെക്കുറിച്ചും ഓർത്ത് അഭിമാനിക്കുന്നുണ്ടെന്നുമാണ് ആദായ നികുതി വകുപ്പിന് കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന മറ്റൊരു മുതിർന്ന IRS ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ലിംഗമാറ്റം നടത്തുന്നവർക്കും സ്വന്തം സ്വത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം നിയമപരിരക്ഷയും സുരക്ഷിതത്വവും നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. ട്രാൻസ്ജെൻഡറുകളെയും മറ്റ് LGBTQA വിഭാഗക്കാരെയും അധിക്ഷേപിക്കുകയും സമൂഹത്തിന്റെ മുൻനിരയിൽ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം ഇവിടെയും ഉണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞു. ഒരു ദശകത്തിനുള്ളിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിൽ നിന്നും മറ്റ് LGBTQA വിഭാഗങ്ങളിൽ നിന്നും വിവിധ മേഖലകളിൽ നിരവധി പ്രമുഖർ രാജ്യത്ത് ഉയർന്നു വന്നു. പല പ്രതിഭകളും സ്വന്തം സ്വത്വം വെളിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അനസൂയ അനുകതിരാകുന്ന വിപ്ലവകരമായ മാറ്റം രാജ്യത്തെ സിവിൽ സർവീസിലും സംഭവിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിന് പ്രൗഢി നൽകുന്നതാണ്. അനുകതിറിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും ഉണ്ടാകട്ടെ.